കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക, ഫ്രിഡ്ജ് ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഫ്രിഡ്ജിലുള്ള എല്ലാ കഷ്ണങ്ങളും എടുത്തു. മുരിങ്ങക്കായ, അങ്ങനെ നേന്ത്രക്കായ, ക്യാരറ്റ്, പിന്നെ കുമ്പളങ്ങ ഉണ്ടായിരുന്നു പകുതി, അതെടുത്തു. എല്ലാം എടുത്തിട്ട് ഒരു തോരൻ വയ്ക്കാം. അപ്പോൾ അത് ചെറുതായിട്ട് അരിയാട്ടോ നമുക്ക്. ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ പെട്ടെന്ന് കേടാവില്ല ഇതൊക്കെ. അപ്പോൾ എല്ലാ പച്ചക്കറി ഐറ്റം എടുത്തു. എന്നിട്ട് ഇനി നമുക്കൊരു വേഗം എല്ലാം കൂടി കൂട്ടി ഒരു തോരൻ വയ്ക്കാം. കുമ്പളങ്ങ അരിഞ്ഞ് കഴിഞ്ഞു. ഇനി ക്യാരറ്റ് അരിയണം. ക്യാരറ്റ് ചോപ്പറിലുണ്ട് അരിയണേ. ഈ ചോപ്പർ എനിക്ക് വലിയ ഉപകാരമാണ്, പെട്ടെന്ന് തന്നെ അരിയാം. നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. കുറച്ച് പൈസയുള്ളൂ, എല്ലാവരുടെയിലും ഉണ്ടാവും അത്യാവശ്യം. അപ്പോൾ എനിക്ക് പെട്ടെന്നാവും. അപ്പോൾ നമുക്കിനി ക്യാരറ്റ് അരിയാട്ടാ. കണ്ടോ, വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും. ഇനിയുണ്ട് ക്യാരറ്റ് 3-4 ഉണ്ട്, വേഗമാവും. അങ്ങനെ നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കായ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് മതിരിപ്പ് വന്നിട്ടുണ്ട്. അത് ഫ്രിഡ്ജ് പ്രവർത്തിച്ചില്ലല്ലോ. പിന്നെ മുരിങ്ങക്കോല അങ്ങനെ ഇടണം. അതിൻ്റെ പഴുപ്പായിട്ട് ഞാൻ എടുക്കണില്ല. എന്താ വെച്ചാൽ പഴുപ്പായിട്ട് എടുക്കുമ്പോൾ ഇത്തിരി നേരം പോവും. പിന്നെ അതിരിക്ക് ഇങ്ങനെ വെറുതെ മുരിങ്ങക്കോല ചപ്പാൻ ഇഷ്ടമാണ്. അപൂർവം പച്ചക്കറി അവൻ കഴിക്കണുള്ളൂ. അപ്പോൾ മുരിങ്ങക്കായ അപ്പോൾ അങ്ങനെ തന്നെ ഇടാണ് ഞാൻ. പിന്നെ ഈ ക്യാരറ്റ് നമ്മൾ അരിഞ്ഞതും കുമ്പളങ്ങയുടെ പകുതി ഉണ്ടായതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കുക, കുത്തുമുളക് ഇടുക, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് എടുക്കാം. തേങ്ങയ്ക്കും ഒരു ചെറുതായിട്ട് രുചി വ്യത്യാസം വന്നിട്ടുണ്ട് കറിയത്. അതെന്ത് ചെയ്യുന്നതാണ്, ഞാൻ ഇന്നലെ ഓടത്തെങ്കിൽ ഒന്നും വ്യത്യാസം വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ച് വച്ചെങ്കിൽ ഇങ്ങനെ പ്രശ്നം വരില്ലായിരുന്നു. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലാന്നേ. ഫ്രിഡ്ജിൽ താഴെ ലൈറ്റ് കത്തുണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അതും കൂടി ഒന്ന് ഞാൻ ചിരകിയപ്പോൾ കളഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൽ വച്ചിട്ടുണ്ട്. എന്നാൽ ആ ചെറിയൊരു സ്മെല്ലുണ്ട്, പക്ഷെ അത്രയും തേങ്ങ വെറുതെ കളയണ്ടേ. അപ്പം ഇനി അതും കൂടി ഇതിൽ മിക്സ് ചെയ്തിടണം. വലിയ രുചി വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മാറ്റും. കടുക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. മുളക് കുത്തി കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. നല്ല എരിവുണ്ട്. മുളക് കുറച്ചിട്ടിട്ടുള്ളൂ. മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ കഷ്ണങ്ങളിട്ട് വേവിക്കാം. ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. എന്താ വെച്ചാൽ അതിൽ അത്യാവശ്യം ക്യാരറ്റിലൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങുമല്ലോ, കുമ്പളങ്ങയിലും ഇറങ്ങും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കണ്ട. പിന്നെ കായ ഒട്ടണ ഒരു ഇത് ഉണ്ടാവും. എന്നാലും ഇതിൻ്റെ വെള്ളത്തിൻ്റെ അത് വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. മുരിങ്ങക്കോലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനി ഒന്ന് വാടി ഒന്നുകൂടി ചെറുതാവും, ഇത് കുറയും. അപ്പം ഞാൻ ഉപ്പിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ പറ്റും. കഴിക്കാനൊക്കെ കഞ്ഞിക്ക് കഴിക്കാൻ നല്ലതാണ്. നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. ഇളക്കിയിട്ട്
ഇനി നമുക്ക് തേങ്ങ ഇടാം കേട്ടോ ഇതിൽ. തേങ്ങ കുഴപ്പമില്ല കേട്ടോ, ഞാൻ നോക്കി. അന്ന് അതിനെ കളയേണ്ടി വരില്ലേ, ചിരകി കുറച്ച് കളഞ്ഞു. എന്നിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടു. കുഴപ്പമില്ല, സ്മെല്ലൊന്നും പ്രശ്നമില്ല. അല്ലെങ്കിൽ കാരണൻ്റെ സ്മെല്ലും കഴിച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അധികം വേവണ്ട, ഈ കഷ്ണങ്ങൾക്കൊന്നും അധികം വേവില്ലല്ലോ. അപ്പോൾ ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്. ഫ്രിഡ്ജൊന്നും പണ്ടൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റേതായ നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഫ്രിഡ്ജ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇപ്പോൾ അത്. മുരിങ്ങക്കോലൊന്നും ആവാനുണ്ട്. അപ്പോൾ അത് വേവട്ടെ, ഞാൻ ഒന്നുകൂടി മൂടി വയ്ക്കാം. നമ്മുടെ ഈ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തട്ടിക്കൂട്ട് തോരൻ എന്ന് ഇതിന് പറയാം. പക്ഷേ ഇത് വയ്ക്കാനൊന്നും ഞാൻ ആരോടും പറയണില്ല. എന്താ വെച്ചാൽ എനിക്കൊരു അവസ്ഥ വന്നപ്പോൾ ഞാനത് മാനേജ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഓരോന്നൊക്കെ ബാക്കിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂടി ഓരോന്നായിട്ട് വയ്ക്കാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒന്നിച്ച് എല്ലാം കൂടി അരിഞ്ഞ് ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. പച്ച വെളിച്ചെണ്ണ കൂടി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ അവിയലൊക്കെ ആയിട്ട് ഉണ്ടാക്കട്ടെ, എല്ലാ കഷ്ണങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കിയത്. തോരൻ എന്തെങ്കിലുമൊക്കെ എനിക്കൊരു എന്നിട്ട് ഫ്രിഡ്ജ് കേടായപ്പോഴാണ് ഞാൻ ഈ എല്ലാ കഷ്ണങ്ങളും ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടി എല്ലാം കൂടി ഇട്ട് തോരൻ വെച്ചത്. പോലെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഓരോ കഷ്ണങ്ങളായാലും ബാക്കി ഉണ്ടാവുമല്ലോ, ആ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നിച്ച് ഓരോന്നായിട്ട് വയ്ക്കാനുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒന്നിച്ച് വെച്ചിട്ട് അവിയലോ തോരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ആ സാധനങ്ങളൊന്നും വേസ്റ്റ് ആവില്ല. പച്ചക്കറിയൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.